Good morning. Good morning. Veena. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലെ, സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. അതിനകത്ത് നമ്മുടെ ഇന്ത്യയുടെ മെഡിസിൻ സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സിസ്റ്റം ഓഫ് മെഡിസിൻ. അതിനകത്ത് ജസ്റ്റ് ഞാനൊന്ന് ഫസ്റ്റ് അലോപ്പതി നമ്മൾ പറഞ്ഞിരുന്നു, എങ്കിലും ഞാൻ ഒന്നുകൂടി അത് പറയാണ്. നോക്കിയേ, ഇന്ത്യ ഹാസ് ദ യൂണിക് distinction of having 6 recognized system of medicine in this category. Right? India has a unique distinction of having 6 recognized system of medicine. അതായത് ഈ ഒരു കാറ്റഗറിയില് സിസ്റ്റം ഓഫ് മെഡിസിനില്, മെഡിസിൻ സമ്പ്രദായത്തില് ഇന്ത്യക്ക് 6 റിക്കഗ്നൈസ്ഡ് 6 അംഗീകൃതമായിട്ടുള്ള സമ്പ്രദായങ്ങളുണ്ട്. ഇന്ത്യക്ക് 6 അംഗീകൃതമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അത് ഇന്ത്യയുടെ ഒരു യുണീക് ആയിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. എന്താ? ഈ സിസ്റ്റം ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ ആ ഒരു സമ്പ്രദായത്തില് ഇന്ത്യക്ക് 6 തരത്തിലുള്ള 6 അംഗീകൃത ചികിത്സാ സമ്പ്രദായമുണ്ട്. അത് ഇന്ത്യയുടെ ഒരു യുണീക് ഫീച്ചറാണ്. ഓക്കെ, അതാണ് പറഞ്ഞേക്കണേ. 6 റിക്കഗ്നൈസ്ഡ് സിസ്റ്റം ഓഫ് മെഡിസിൻ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. ഏതില്? മെഡിസിനില്. ഓക്കെ, അതിനകത്ത് ഏതൊക്കെയാണ്? ഇനിയിപ്പോ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് ആ 6 അംഗീകൃതമായിട്ടുള്ള ചികിത്സാ സമ്പ്രദായങ്ങള്. ഏതൊക്കെയാണ്? അലോപ്പതി, ആയുർവേദ, സിദ്ധ, യുനാനി, യോഗ ആൻഡ് നേച്ചുറോപ്പതി, ഹോമിയോപ്പതി. ഇന്ത്യയുടെ 6 ചികിത്സാ സമ്പ്രദായങ്ങളാണ്. അത് ചോദിക്കാട്ടോ ഏതൊക്കെയാണെന്നുള്ളത്. 6 റിക്കഗ്നൈസ്ഡ് സിസ്റ്റം ഓഫ് മെഡിസിൻ ഇൻ ഇന്ത്യ. ഏതൊക്കെയാണ്? അലോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിൻ ഉണ്ട്, ആയുർവേദ ഉണ്ട്, സിദ്ധ ഉണ്ട്, യുനാനി, യോഗ ആൻഡ് നേച്ചുറോപ്പതി, ഹോമിയോപ്പതി. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് അലോപ്പതിയാണ്. അലോപ്പതി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഏതാണ്? ഇംഗ്ലീഷ് മരുന്നുകളാണ് അല്ലെ. നമ്മൾ പറഞ്ഞതാണ് അലോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിൻ. അതിനകത്ത് അലോപ്പതി എന്ന് പറഞ്ഞ വേർഡ് കോയിൻ ചെയ്തത്, അത് കണ്ടുപിടിച്ചത് സാമുവൽ ഹാനിമാൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത്രയും പറഞ്ഞതാണത്, സാമുവൽ ഹാനിമാൻ. അതൊന്ന് നോട്ട് ചെയ്തിടാം കേട്ടോ. ഫാദറിന് എടുത്തു പറയാനായിട്ട് നമുക്ക് ഒരാളെ അവിടെ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. അതായത് നമ്മൾ അലോപ്പതി എന്ന് പറഞ്ഞ വേർഡ് കണ്ടുപിടിച്ചത്, ആ ഒരു ടൈം കോയിൻ ചെയ്തത് അല്ലെങ്കിൽ കണ്ടുപിടിച്ചത് ആരാണ്? സാമുവൽ ഹാനിമാൻ ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ഫാദർ അല്ല അദ്ദേഹം. ഒരാളെ നമുക്ക് അവിടെ ഫാദറിന് നമുക്ക് പറയാൻ പറ്റില്ല. അലോപ്പതി എന്ന് പറഞ്ഞ വേർഡ് കണ്ടുപിടിച്ചതാണ് സാമുവൽ ഹാനിമാൻ. അടുത്ത നോക്കി, അലോപ്പതിക് മെഡിസിൻ ഈസ് അനദർ ടൈം ഫോർ കൺവെൻഷണൽ മെഡിസിൻ, മോഡേൺ ഓർ വെസ്റ്റേൺ മെഡിസിൻ. ഈ മോഡേൺ വെസ്റ്റേൺ മെഡിസിൻ എന്നാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. മോഡേൺ മെഡിസിൻ എന്നും പറയും, വെസ്റ്റേൺ മെഡിസിൻ എന്നും പറയും. കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? പരമ്പരാഗതമായിട്ടുള്ള. അപ്പൊ ഈ അലോപ്പതിക് മെഡിസിൻസ് അറിയപ്പെടുന്ന മറ്റു പേരുകളാണ്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. അത് 3 പേരുകളും അവിടെ അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. അലോപ്പതിക് മെഡിസിൻ ഈസ് ഓൾസോ നോൺ ആസ് കൺവെൻഷണൽ മെഡിസിൻ, അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ ഓർ വെസ്റ്റേൺ മെഡിസിൻ. കിട്ടിയില്ലേ? കുഞ്ഞു കുഞ്ഞു സെന്റൻസുകളുള്ളൂ അവിടെ. ഓക്കെ, അപ്പൊ അത് ചോദിക്കാറുണ്ട്. അലോപ്പതിക് മെഡിസിൻ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. എന്തൊക്കെയാ അറിയപ്പെടുന്നത്? കൺവെൻഷണൽ മെഡിസിൻ, മോഡേൺ മെഡിസിൻ, അല്ലെങ്കിൽ വെസ്റ്റേൺ മെഡിസിൻ. ഇനി അവിടെ എന്താ അടുത്തൊരു പ്രത്യേകത അലോപ്പതിക് സിസ്റ്റത്തിന്റെ? ഇറ്റ് ഈസ് ആൻ എവിഡൻസ് ബേസ്ഡ് സിസ്റ്റം. എന്താണ്? ഇറ്റ് ഈസ് ആൻ എവിഡൻസ് ബേസ്ഡ് സിസ്റ്റം. ഒരു തെളിവുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചികിത്സാ സമ്പ്രദായമാണ്. നമ്മൾ വെറുതെ മരുന്ന് കൊടുക്കുകയല്ല. ഇപ്പൊ നമ്മള് രോഗമായിട്ട് ചെന്ന് കഴിഞ്ഞാല് എന്താണ്? ആദ്യം ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യും അല്ലെ. കറക്റ്റ് രോഗനിർണയം നടത്തിയതിനു ശേഷമാണ് അവിടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ കൊടുക്കുന്നത് അല്ലെ. അതാണ് ഒരു തെളിവുകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഇത്. അല്ല നമ്മൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് അതിനെ ബേസ് ചെയ്ത് തരുന്നതല്ല. ഇറ്റ് ഈസ് ആൻ എവിഡൻസ് ബേസ്ഡ് സിസ്റ്റം. അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ?
ഇറ്റ് ഈസ് ആൻ എവിഡൻസ് ബേസ്ഡ് സിസ്റ്റം. തെളിവുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് അലോപ്പതി എന്ന് പറയുന്നത്. വിച്ച് ഇൻവോൾവ്സ്, അതിനകത്ത് ആരൊക്കെ ഉൾപ്പെടുന്നേ? ഡോക്ടേഴ്സ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ. ആരൊക്കെയാണ്? ഡോക്ടേഴ്സ്, മറ്റുള്ള അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഒക്കെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ദെൻ ഇനി എങ്ങനെയാണ് അവിടെ പറയുന്നത്? ട്രീറ്റിംഗ് സിംറ്റംസ് യൂസിങ് കൺവെൻഷണൽ മെഡിക്കേഷൻ. എങ്ങനെയാണ് അവിടെ ട്രീറ്റ്മെന്റ് പറയുന്നത്? ട്രീറ്റിംഗ് സിംറ്റംസ്, ആ സിംറ്റംസ് അല്ലെങ്കിൽ ആ നമ്മള് ഡിസീസിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഒരു പരമ്പരാഗതമായിട്ടുള്ള മെഡിക്കേഷൻസ് ഉപയോഗിച്ചാണ്. അപ്പൊ 3 പോയിന്റ് ആണ് അതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് കേട്ടോ. അലോപ്പതിക് മെഡിസിൻ ഓൾസോ നോൺ ആസ്, മറ്റുള്ള പേരുകൾ നോട്ട് ചെയ്തിടണം. അതുകൂടാതെ നമ്മുടെ അലോപ്പതിക് മെഡിസിനിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട 3 പോയിന്റുകൾ. ഒന്നാമത്തെ എന്താണ്? ഇറ്റ് ഈസ് ആൻ എവിഡൻസ് ബേസ്ഡ് സിസ്റ്റം. തെളിവുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ്. പിന്നെ അടുത്തത് എന്താ പറഞ്ഞത്? ഇറ്റ് ഇൻവോൾവ്സ്, അതിനകത്ത് ഉൾപ്പെടുന്ന ആരൊക്കെ? ഡോക്ടേഴ്സ് ആൻഡ് അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്. ഇനി എങ്ങനെയാ? ട്രീറ്റിംഗ് സിംറ്റംസ് യൂസിങ് കൺവെൻഷണൽ മെഡിക്കേഷൻ. ആ 3 പോയിന്റ് കേട്ടോ. ട്രീറ്റിംഗ് സിംറ്റംസ് ഇത് ഉപയോഗിച്ചിട്ടാണ് യൂസിങ് കൺവെൻഷണൽ മെഡിക്കേഷൻ. ക്ലിയർ ആയില്ലേ അലോപ്പതിക് സിസ്റ്റം? ഓക്കെ ആയല്ലേ? ആ 3 പോയിന്റുകളും ഫസ്റ്റത്തെ സെന്റൻസും അവിടെ അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കിയ അടുത്തതാണ് ആയുർവേദ എന്ന് പറയുന്നത്. നമുക്കറിയാം ആയുർവേദത്തെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആരാണ്? അപ്പൊ ആയുർവേദ പറയുമ്പോൾ തന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഹു ഇസ് ദ ഫാദർ? ആരാണ് ഫാദർ ഓഫ് ആയുർവേദ? ചരക. ഓക്കെ, വെരി ഗുഡ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. PG-യിലും ചോദിക്കാറുണ്ട് കേട്ടോ. HI-യിലും ചോദിക്കണ പോലെ ഫാദർ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഫാദർ ഓഫ് ആയുർവേദ ചരക. ഇനി എന്താ നമ്മൾ പറഞ്ഞത്? ആയുർവേദം എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമുക്കിപ്പോ രോഗമാണെങ്കിൽ നമ്മുടെ ശരീരം പ്രദർശിപ്പിക്കുന്ന നമ്മുടെ ലക്ഷണങ്ങള്, നമ്മുടെ ജീവിത രീതികള് ഇല്ലേ, എല്ലാം ആ ഒരു പർട്ടിക്കുലർ രോഗാവസ്ഥ മാത്രമല്ല അവിടെ നോക്കുന്നത് അല്ലെ. നമ്മുടെ ശരീരം കാണിക്കുന്ന ഒരുപാട് ലക്ഷണങ്ങൾ ഉണ്ടാവാം. അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ട്രീറ്റ്മെന്റ് അവിടെ പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആയുർവേദ സിദ്ധാന്തം അനുസരിച്ച് മനുഷ്യ ശരീരത്തില് 3 ദോഷങ്ങളാ ഉള്ളത്. വാത, പിത്ത, കഫ. നേരത്തെ പഠിച്ചിട്ടുണ്ട് വാത, പിത്ത, കഫ. അപ്പൊ അതൊരു ബാലൻസ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്തെങ്കിലും ഇംബാലൻസ് ആവുകയാണെങ്കിൽ അതാണ് ഡിസീസ്, അതാണ് രോഗം എന്നാണ് ആയുർവേദം പറയുന്നത്. അപ്പൊ അതിനകത്ത് ഏതാണ് കൂടുന്നത്? വാദത്തിന്റെ അളവ് കൂടുക അല്ലെങ്കിൽ പിത്തത്തിന്റെ അളവ് കുറയുക, ആ ഇക്വിലിബ്രിയത്തിൽ നിന്ന് ഏതിനാണോ വേരിയേഷൻ സംഭവിക്കുന്നത് അതേതാന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഏത്? ആയുർവേദ എന്ന് പറയുന്നത്. പഠിച്ചിട്ടുള്ളത് തന്നെയാണ് അല്ലെ ആയുർവേദ. അതൊക്കെ നമ്മൾ HI-യില് ഒരുവിധമൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. ഇനി ഇവിടെ ആ പാരഗ്രാഫ് ഒന്ന് നോക്കിയേ. ഇറ്റ് ഈസ് ആൻ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ. എന്താ ആയുർവേദം പറയണേ? ഇറ്റ് ഈസ് ആൻ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ. അതായത് നമ്മൾ ഒരു ഇതിന് മാത്രം നിൽക്കുന്നതല്ല ആയുർവേദം എന്ന് പറയുന്നത്. നമ്മുടെ പരമ്പരാഗത പാശ്ചാത്യ വൈദ്യശാസ്ത്രത്തിന് പുറത്ത് നിൽക്കുന്നത് ഇതര മാർഗങ്ങൾ, അതിന് മാത്രം ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. നമ്മുടെ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിനൊക്കെ പുറത്തു നിൽക്കുന്ന സിദ്ധാന്തങ്ങളെയും ആ വിശ്വാസങ്ങളെയും അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സമ്പൂർണമായ ഒരു രോഗശാന്തി സമ്പ്രദായമാണ് ആയുർവേദം എന്ന് പറഞ്ഞ. അതിന്റെ ഉള്ളിൽ നിൽക്കുന്നതല്ല, അത് കുറച്ചും കൂടി വൈഡാണ്. അത് പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിന് പുറമേ നിൽക്കുന്ന കുറച്ച് സിദ്ധാന്തങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ അടിസ്ഥാനമാക്കി നമുക്കൊരു സമ്പൂർണ്ണ രോഗശാന്തി നൽകുന്ന സമ്പ്രദായമാണ് ആയുർവേദം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ സിസ്റ്റം എന്ന് പറയുന്നത്. ആയുർവേദം പറയുമ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ് നമ്മൾ നോക്കേണ്ടത്? ഇറ്റ് ഈസ് ആൻ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ സിസ്റ്റം വിത്ത് ഹിസ്റ്റോറിക്കൽ റൂട്ട്സ് ഇൻ ആയുർവേദ. അതായത് ആയുർവേദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആയുർവേദത്തില് ചരിത്ര പ്രധാനമായിട്ട് വേരുകളുള്ള ഒരു ഔഷധ സമ്പ്രദായമാണ് ഏത്? ആയുർവേദ എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റീവ് മെഡിസിൻ സിസ്റ്റം, ദ ഹിസ്റ്റോറിക്കൽ റൂട്ട്സ് ഇൻ ആയുർവേദ, ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തില് ആയുർവേദത്തില് ഒരു ചരിത്ര പ്രധാനമായ വേരുകളുള്ള ഒരു ഔഷധ സമ്പ്രദായമാണ്. ആ സെന്റൻസ് അതുപോലെ തന്നെ അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. ഇങ്ങനെ തന്നെ ചോദിക്കും. ദാറ്റ് ഈസ് ആൻ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ സിസ്റ്റം വിത്ത് ഹിസ്റ്റോറിക്കൽ റൂട്ട്സ് ഇൻ ആയുർവേദ, ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ഏതാ?
ഈസ് എന്ന് പറയുമ്പോൾ അവിടെ ഏത് എഴുതാം? ആയുർവേദ. Then the theory and the practice of Ayurveda is pseudo-scientific. Underline ചെയ്തിട്ടേ. The theory and the practice of Ayurveda is pseudo-scientific. Pseudo എന്ന് പറഞ്ഞാൽ എന്താ? ഫോൾസ് എന്നുള്ള മീനിങ് ആണല്ലേ? ഫോൾസ്. സ്യൂഡോ എന്ന് പറഞ്ഞാൽ ഫോൾസ്. അതായത് ഈ ആയുർവേദം എന്ന് പറയുന്നത് ഒരു ഫോൾസ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് സ്യൂഡോ സയന്റിഫിക് എന്ന് പറയുന്നത്. എന്താ? ബിക്കോസ് ഇറ്റ് premises are not based on evidence. എന്താ ഈ ആയുർവേദം എന്ന് പറയുന്നത് ഒരു എവിഡൻസ് ബേസ്ഡ് ആണോ? കറക്റ്റ് ആയിട്ട് നമ്മൾ രോഗനിർണയം നടത്തി അതിന് മാത്രമാണ് അവിടെ ട്രീറ്റ്മെന്റ് നൽകുന്നത്? നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് സ്യൂഡോ സയന്റിഫിക് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് നോട്ട് എവിഡൻസ് ബേസ്ഡ് സിസ്റ്റം. എവിഡൻസിനെ അല്ലെങ്കിൽ തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചികിത്സാ സമ്പ്രദായമല്ല. അതുകൊണ്ടാണ് അതിനെ സ്യൂഡോ സയന്റിഫിക് എന്ന് പറയുന്നത് ആയുർവേദം. അണ്ടർലൈൻ ചെയ്തോട്ടോ. The theory and the practice of Ayurveda is pseudo-scientific. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അവിടെ ഒന്ന് എഴുതി വെച്ചോ. എന്താണ് സ്യൂഡോ സയന്റിഫിക് എന്ന് പറയാൻ കാര്യം? because its premises, 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 സമ്പ്രദായം. ഈ സമ്പ്രദായം എന്ന് പറഞ്ഞ എന്താ? ഈസ് നോട്ട് ബേസ്ഡ് ഓൺ സയൻസ്. സയൻസിനെ ബേസ് ചെയ്തതല്ല, അല്ലെങ്കിൽ എവിഡൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതല്ല. ആർ നോട്ട് ബേസ്ഡ് ഓൺ സയൻസ്. ഇറ്റ്സ് പ്രിമിസസ് ആർ നോട്ട് ബേസ്ഡ് ഓൺ സയൻസ്. സയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ബേസ്ഡ് ചെയ്തിട്ടുള്ളതല്ലാത്ത ഒരു ചികിത്സാ സമ്പ്രദായമാണ്, അല്ലെങ്കിൽ സയൻസിനെ ബേസ് ചെയ്തതല്ല. അതാണ് സ്യൂഡോ സയന്റിഫിക് എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് പ്രിമിസസ് ആർ നോട്ട് ബേസ്ഡ് ഓൺ സയൻസ്. ഓക്കെ, രണ്ട് സെന്റൻസും അവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. എനിക്കറിയാം ഓരോന്നും ചെറിയൊരു ഡിസ്ക്രിപ്ഷനെ തന്നിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ സെന്റൻസിലും ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ ചോദിക്കാം. രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. The Indian Medical Association describes the Ayurveda practitioners who claim to practice medicine as quacks. Quacks എന്ന് പറഞ്ഞാൽ എന്താ? Quacks എന്ന് പറഞ്ഞാൽ കള്ളന്മാരെന്നുള്ള. അപ്പൊ ഈ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഈ ആയുർവേദ പ്രാക്ടീഷണറെ എന്താണ് പറയുന്നത്? വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്താണ്? എന്താ വിശേഷിപ്പിച്ചിരിക്കുന്നത്? ക്വാക്സ് എന്നാണ്. അതായത് കള്ളന്മാര്, ക്വാക്സ്, കള്ളന്മാരെന്നാണ് അവരെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ കറക്റ്റ് എവിഡൻസ് അല്ലെങ്കിൽ സയൻസിനെ ബേസ് ചെയ്തല്ല. കുറച്ച് ലക്ഷണങ്ങളൊക്കെ പറയുമ്പോൾ അത് വെച്ചിട്ടാണ് അവർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് അവർ ഇതുപോലെ അങ്ങ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അതായത് വൈദ്യശാസ്ത്രം പ്രാക്ടീസ് ചെയ്യുന്ന ഈ ആയുർവേദ പ്രാക്ടീഷണറെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്താണ് വിശേഷിപ്പിക്കുന്നത്? ക്ലൈം ടു പ്രാക്ടീസ് ദ മെഡിസിൻ ആസ് ക്വാക്സ്, കള്ളന്മാരെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ അവിടെ ആ രണ്ട് സെന്റൻസും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അത് രണ്ടും നോട്ട് ചെയ്തിടുക. അതുകൂടാതെ ഫാദർ ഓഫ് ആയുർവേദ ചരക എന്നുള്ളതും നോട്ട് ചെയ്തിടുക കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ 3 പോയിന്റ്സും? പിന്നെ ലാസ്റ്റ് ആ ക്വാക്സ് എന്നുള്ളതും ആ ഒരു വേർഡ് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. QUACKS, കള്ളന്മാർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് യോഗ ആൻഡ് നേച്ചുറോപ്പതി. യോഗ ആൻഡ് നേച്ചുറോപ്പതി. യോഗയൊക്കെ ചെയ്യുന്നവരുണ്ടോ? യോഗ ഉണ്ട്. അവിടെ എന്താണ്, എങ്ങനെയാണ് യോഗ നേച്ചുറോപ്പതിക്ക് എന്താ പറയുന്നത്? പ്രകൃതിദത്തമായിട്ടുള്ള രീതികളാണ് അല്ലെ. പ്രകൃതിദത്തമായിട്ടുള്ള രീതികളിലൂടെ നമ്മുടെ ആരോഗ്യം, നമ്മുടെ ക്ഷേമം ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്പര പൂരകമായിട്ടുള്ള, അതായത് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു പരിശീലനമാണ് യോഗ നേച്ചുറോപ്പതി എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് അവിടെ പറയുന്നത്? പ്രകൃതിദത്തമായിട്ടുള്ള രീതികളിലൂടെയാണ്. ഇപ്പൊ യോഗയൊക്കെ ചെയ്യണവർക്ക് അറിയാം അല്ലെ, എങ്ങനെയാ യോഗയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശാരീരിക നിലകള്, നമ്മുടെ ബ്രീത്തിങ് അല്ലെ, നമ്മുടെ ശ്വസനം, അതുപോലെ നമുക്ക് ധ്യാനം, സ്വയം അച്ചടക്കം തുടങ്ങിയ ഉൾപ്പെടുന്ന ഒരു ജീവിത രീതിയാണ് യോഗ എന്ന് പറയുന്നത്. നമ്മളെ കൊണ്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ എന്താ പറയാ വളരെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞാൽ പറ്റുമോ? അതിനൊക്കെ നമ്മൾ നല്ലൊരു പ്രാക്ടീസ് ചെയ്യണം അല്ലേ. അതിന് നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യണം.
നമ്മുടെ ശാരീരിക നിലകള്, നമ്മുടെ ശ്വസനം, ധ്യാനം, അതുപോലെ തന്നെ സ്വയം അച്ചടക്കം. ഉരുവിട്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് യോഗയൊക്കെ ചെയ്യാൻ പറ്റുമോ? നമുക്കൊരു നല്ലൊരു ഇത് വേണം അല്ലേ? യോഗയൊക്കെ ചെയ്യുന്നവർക്ക് അറിയാം. സ്വയം അച്ചടക്കം എന്നിവ ഉൾപ്പെടുന്ന ഒരു ജീവിത രീതിയാണ് യോഗ എന്ന് പറയുന്നത്. നേച്ചുറോപ്പതി എന്താ? നേച്ചുറോപ്പതി എന്ന് പറഞ്ഞാൽ എന്താ? നേച്ചർ, അതായത് പ്രകൃതിയിലുള്ള കാര്യങ്ങള്, പിന്നെ നമ്മുടെ ചെളി, വെള്ളം, സൂര്യൻ, ഇങ്ങനെയുള്ള പ്രകൃതിദത്തമായ നിറങ്ങള്, അങ്ങനെയുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ഈ ഘടകങ്ങള് അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ആരോഗ്യത്തോടുള്ള ഒരു സമീപനവുമാണ് നേച്ചുറോപ്പതി എന്ന് പറയുന്നത്. അത് രണ്ടും അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ പാരഗ്രാഫ് ഒന്ന് നോക്കാം കേട്ടോ. യോഗ ആൻഡ് നേച്ചുറോപ്പതി. Nature cure or naturopathy medicine is form of alternative medicine that works in helping the body to heal itself. The first question തന്നെ അവിടെ കിടക്കുന്നുണ്ട്. Nature cure or naturopathy. ചോദിക്കാം, naturopathy is also known as dash എന്ന് അറിയപ്പെടുന്നേ nature cure, CURE. Nature cure or naturopathy medicine. അല്ലെങ്കിൽ തിരിച്ചും ചോദിക്കാം, nature cure is also known as naturopathy. The naturopathy is also known as nature cure എന്ന് പറയുന്നത് കേട്ടോ. Naturopathy medicine is a form of alternative medicine that works in helping the body to heal itself using the force of nature. ഇവിടെ ഈ നേച്ചുറോപ്പതി എന്താ പറയുന്നത്? നേച്ചുറോപ്പതിയിൽ എന്താ? നമ്മൾ എന്തുപയോഗിച്ചുകൊണ്ടാണ്? യൂസിങ് ദ ഫോഴ്സ് ഓഫ് നേച്ചർ. നേച്ചറിന്റെ ശക്തിയും കൊണ്ട്, പ്രകൃതിയുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് സ്വയം ഒരു ചികിത്സിക്കാൻ, അല്ലെങ്കിൽ നമ്മള് സ്വയം സുഖപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു മെഡിസിൻ ആണ് നേച്ചുറോപ്പതി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫോം ഓഫ് alternative medicine that work in helping the body to heal itself. കണ്ടോ, ആ ശരീരത്തിനെ സ്വയം സുഖപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അല്ലെ? അങ്ങനെയുള്ള ഒരു ചികിത്സാ രീതിയാണ്. എന്തുപയോഗിച്ചുകൊണ്ട്? യൂസിങ് ദ ഫോഴ്സ് ഓഫ് നേച്ചർ. നേച്ചറിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ. അതിവിടെ രണ്ട് രീതിയിൽ നമുക്ക് ചോദിക്കാം കേട്ടോ. ഡാഷ് ഈസ് എ ഫോം ഓഫ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ദാറ്റ് വർക്ക്സ് ഇൻ ഹെൽപ്പിംഗ് ദ ബോഡി ടു ഹീൽ ഇറ്റ്സെൽഫ് യൂസിങ് ദ ഫോഴ്സ് ഓഫ് നേച്ചർ. കണ്ടോ, ആ ബ്ലാക്കില് ബോൾട്ട് ആക്കി കൊടുത്തേക്കണം കേട്ടോ. അപ്പൊ അവിടെ അങ്ങനെ ഡാഷ് ഇട്ട് ആദ്യം ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ തിരിച്ചും ചോദിക്കാം. Naturopathy is a form of alternative medicine that works in helping the body to heal itself using the force of dash. എന്തിന്റെ ഫോഴ്സ് കൊണ്ടാണ് നേച്ചുറോപ്പതി പറയണേ? എന്തിന്റെ ഫോഴ്സ് കൊണ്ടാണ് അവിടെ രോഗത്തെ മാറ്റുന്നത്, സുഖപ്പെടുന്ന? നേച്ചർ അല്ലെ? പ്രകൃതിയുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ശരീരത്തിന് സ്വയം സുഖപ്പെടുത്താൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ സ്വയം സുഖപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു സമ്പ്രദായമാണ്, സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് നേച്ചുറോപ്പതി എന്ന് പറയുന്നത്. ആ ഒരു സെന്റൻസിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ കിട്ടിയോ നിങ്ങൾക്ക്? നേച്ചുറോപ്പതി ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്, അല്ലെങ്കിൽ നമുക്ക് നേച്ചർ ക്യൂർ ഈസ് ഓൾസോ നോൺ ആസ്, അത് ചോദിക്കാം. പിന്നെ ഡാഷ് ഈസ് എ ഫോം ഓഫ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ചോദിക്കാം. ഇനി നേച്ചുറോപ്പതി ഈസ് എ ഫോം ഓഫ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് തന്നിട്ട് യൂസിങ് ദ ഫോഴ്സ് ഓഫ് ഡാഷ്, അതും ചോദിക്കാം കേട്ടോ. 3 രീതിയിൽ ആ ഒരു സെന്റൻസിൽ നിന്ന് തന്നെ 3 ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, ഇനി അടുത്ത സെന്റൻസ് നോക്കിയേ. its principal belief is using earth, water, fire and the air along with the ether, which are the 5 primordial agents of nature. And അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താ പറയുന്നത് ഈ നേച്ചുറോപ്പതിയിലേക്ക്? its principal belief is using the എന്ത് ഉപയോഗിക്കുന്ന? എർത്ത്, വാട്ടർ, ഫയർ, എയർ. ഏതിന്റെ കൂടെ? along with the ether. ether എന്ന് പറഞ്ഞതാ സൂക്ഷ്മത, അല്ലെങ്കിൽ എന്താ ശൂന്യമായിട്ടുള്ള ശൂന്യത, അതാണ് ether എന്ന് പറയുന്നത്. ഇപ്പൊ എന്താ ഇതിനകത്ത്? എർത്ത് നമുക്ക് ഭൂമി, വാട്ടർ വെള്ളം, ഫയർ തീ, എയർ ഒക്കെ എന്താ വായു, ഇതെല്ലാം എന്നിങ്ങനെയുള്ള അല്ലെങ്കിൽ എന്നിവയെ നേച്ചറിലെ നമ്മുടെ 5
പ്രിമോഡിയൽ ഏജൻസ് എന്നാണ്, പ്രാഥമിക ഏജൻസ് എന്ന് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. ഏതൊക്കെയാണ് 5 പ്രിമോഡിയൽ ഏജൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇങ്ങനെയുള്ള 5 പ്രിമോഡിയൽ ഏജൻസ്, അതായത് ഇവിടെ പറഞ്ഞേക്കുന്ന എർത്ത്, വാട്ടർ, ഫയർ ആൻഡ് എയർ, ഇത് എന്ന് പറയുന്നത് 5 ആ പ്രാഥമിക ഘടകങ്ങളായ ഏതിനൊപ്പം ഈഥർ, ഈഥറിനോടൊപ്പം ഉപയോഗിക്കുന്നു എന്നതാണ് ഈ നമ്മളെ നേച്ചുറോപ്പതിയുടെ ഒരു പ്രിൻസിപ്പിൾ ആയിട്ട് അവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. 5 പ്രിമോഡിയൽ ഏജൻസ് അതിവിടെ പറഞ്ഞിരുന്നത് ആ സെന്റൻസിൽ എങ്ങനെയാ പറഞ്ഞേക്കുന്നത്? എർത്ത്, വാട്ടർ, ഫയർ, എയർ. അതിന്റെ ഒപ്പം തന്നെ ഈ 5 പ്രിമോഡിയൽ ഏജൻസിൽ ഒന്നായ ഈഥർ കൂടി എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. അതാണ് ഈ നേച്ചുറോപ്പതിയുടെ ഒരു അടിസ്ഥാന വിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് 5 പ്രിമോഡിയൽ ഏജൻസ് ഏതൊക്കെയാണ്, പ്രാഥമിക ഏജൻസ് ഏതൊക്കെയാണെന്നുള്ള പേരുകളും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, എർത്ത്, വാട്ടർ, ഫയർ, എയർ ആൻഡ് ഈഥർ. അത് 5 ഇതും നോട്ട് ചെയ്തോ? ഓക്കെ, ഇനി അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഫാദർ ഓഫ് യോഗ എന്ന് പറയുന്നത് മഹാഋഷി പതഞ്ജലി ആണ് കേട്ടോ. സ്പെല്ലിംഗ് ഞാൻ പറയാം, ഒന്ന് നോട്ട് ചെയ്തോ. ഫാദർ ഓഫ് യോഗ, യോഗയുടെ ഫാദർ മഹാഋഷി പതഞ്ജലി. മഹാഋഷി MAHARI MAHARI ഫാദർ ഓഫ് യോഗ മഹാഋഷി പതഞ്ജലി. PATANJALI പതഞ്ജലി. PATANJALI പതഞ്ജലി. നേച്ചുറോപ്പതിയുടെ ഫാദർ ഡോക്ടർ ബെനഡിക്ട് ലെസ്റ്റ് ആണ്. ഡോക്ടർ ബെനഡിക്ട് ലെസ്റ്റ് സ്പെല്ലിംഗ് എഴുതിക്കോട്ടോ. ഡോക്ടർ DR എഴുതി കുത്തിട. ബെനഡിക്ട് BENEDICT ബെനഡിക്ട് ലെസ്റ്റ് LUST രണ്ടും നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഫാദറും പിന്നെ അതിനകത്തുള്ള 4 ക്വസ്റ്റ്യനും ആ ഒരു പാരഗ്രാഫിൽ നിന്ന് ചോദിക്കാം. യോഗയുടെ പ്രത്യേകിച്ച് അവിടെ പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. നമുക്കറിയാം എന്താ, നമുക്ക് സിസ്റ്റം ഓഫ് മെഡിസിനിൽ നമ്മൾ പറഞ്ഞാണ് യോഗ പ്രൊമോട്ട് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. അതിനെ പ്രൊമോട്ട് ചെയ്യാണ്. നമ്മുടെ ശാരീരികവും മാനസികവും സാമൂഹികമായിട്ടുള്ള ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് യോഗ എന്ന് പറയുന്നത്. നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. സാമൂഹികവും ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് യോഗ. പ്രൊമോട്ട് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. ഇനി നെക്സ്റ്റ് ആണ് യുനാനി. ഓക്കെ, ആ പാരഗ്രാഫ് ക്ലിയർ അല്ലേ? അധികം സെന്റൻസ് ഒരുപാട് വാരി വലിച്ചൊന്നും തന്നിട്ടില്ല, കുറച്ച് മാത്രം. അതെല്ലാരും ചോദിക്കുന്ന ക്വസ്റ്റ്യനും ആണ് കേട്ടോ. സിമ്പിൾ ആക്കി തന്നെയാണ് അവിടെ തന്നേക്കുന്നത്. ഓക്കെ അല്ലേ? അത് യോഗ ആൻഡ് നേച്ചുറോപ്പതി. ഓക്കെ, നെക്സ്റ്റ് ആണ് യുനാനി ട്രീറ്റ്മെന്റ്. യുനാനി ആരാണ് ഫാദർ? ഹിപ്പോക്രാറ്റ്സ്. ഫാദർ, യുനാനിയുടെ ഫാദർ. അത് ആദ്യം നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. HIPPOCRATES ഹിപ്പോക്രാറ്റ്സ്. Okay, the Unani system of medicine is a great healing art as well as science. സയൻസ് പോലെ തന്നെ ഒരു മികച്ച ഒരു നല്ലൊരു രോഗശാന്തി കലയാണ്, ആർട്ടാണ് ഏത് യുനാനി എന്ന് പറയുന്നത്. യുനാനി സിസ്റ്റം ഓഫ് മെഡിസിൻ ഈസ് എ ഗ്രേറ്റ് ഹീലിംഗ് ആർട്ട്. ഏതുപോലെ? ആസ് വെൽ ആസ് സയൻസ്. സയൻസ് പോലെ തന്നെ ഒരു മികച്ച ഒരു രോഗശാന്തി കലയാണ്. ഈസ് ആൻ ആർട്ട് ആണ്, ഹീലിംഗ് ആർട്ട് ആണ് യുനാനി സിസ്റ്റം. ഇറ്റ് ട്രീറ്റ്സ് എ പേഴ്സൺ as a whole
നോട്ട് ആസ് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ. ഇതെങ്ങനെയാ ഇതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഇറ്റ് ട്രീറ്റ്സ് എ പേഴ്സൺ ആസ് എ ഹോൾ. അതായത് മൊത്തത്തില് ഒരു ഗ്രൂപ്പായിട്ടല്ല, നോട്ട് ആസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ പാർട്ട്. ഒരു വ്യക്തിഗത ഭാഗങ്ങളുടെ ഒരു എന്താ പറയാ, ഒരു ഗ്രൂപ്പായിട്ടല്ല ഇത് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് എന്താ, നമ്മൾ അറിയാം, നമ്മൾ യുനാനി പഠിച്ചിട്ടുണ്ട് അല്ലെ? അതെന്താ, യുനാനി സിസ്റ്റം അനുസരിച്ച് നമ്മൾ എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് എയിംഡ് അറ്റ് ട്രീറ്റിംഗ് ദ ബോഡി, മൈൻഡ് ആൻഡ് സോൾ. 3 കാര്യങ്ങളല്ലേ പറഞ്ഞേക്കണം. എന്താ ഉദ്ദേശിക്കുന്നത്? ബോഡീനെ എങ്ങനെയാ ട്രീറ്റിംഗ് ദ ബോഡി, മൈൻഡ് ആൻഡ് സോൾ. ബോഡി മാത്രമല്ല, മൈൻഡ്, സോൾ, ആത്മാവ്, ഇതെല്ലാം ഏതാ യുനാനിയിൽ നമ്മൾ പറയണ്ട്. നമ്മൾ പഠിച്ചതല്ലേ യുനാനി എന്ന് പറഞ്ഞ എന്താ? ഗ്രീക്കിൽ നിന്നും വന്ന ഒരു വൈദ്യശാസ്ത്രമാണ് യുനാനി എന്ന് പറയുന്നത്. നമ്മൾ യുനാനി സിസ്റ്റം അനുസരിച്ച് നമുക്ക് 4 കമ്പോണൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? 4 കമ്പോണൻസ് ഏതാണ് നമ്മൾ പറഞ്ഞത് യുനാനിയില്? ബ്ലഡ്, പിന്നെ ഫ്ലം, യെല്ലോ ബൈ, ബ്ലാക്ക് ബൈ, അങ്ങനെ 4 കമ്പോണൻസ് ആണ്. അതാണ് ശരിക്കും യുനാനി പറയുന്നത്. യുനാനി സിദ്ധാന്തം അനുസരിച്ച് നമുക്ക് ഫ്ലം, ബൈ, അതായത് യെല്ലോ ബൈ, ബ്ലാക്ക് ബൈ, പിന്നെ ബ്ലഡ്, അങ്ങനെ 4 കമ്പോണൻസ് ആണ് ഉള്ളത് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് എങ്ങനെയാ പറയുന്നത്? ഇതിന്റെ എന്തെങ്കിലും അളവിലോ അല്ലെങ്കിൽ സ്വഭാവത്തിലോ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അല്ലെ, അതാണ് എന്തെന്ന് പറയുന്നത്? രോഗം എന്ന് പറയുന്നത്. അപ്പൊ എന്താ ചെയ്യുന്നത്? ഇതിനെ 4 സംഗതികളെയും ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് യുനാനി സിസ്റ്റം എന്ന് പറയുന്നത്. യുനാനി സിദ്ധാന്തം അനുസരിച്ച് മനുഷ്യ ശരീരത്തില് 4 കമ്പോണൻസ് ഉണ്ട്. ഏതൊക്കെയാ? ബ്ലഡ്, ഫ്ലം, യെല്ലോ ബൈ, ബ്ലാക്ക് ബൈ, 4 കമ്പോണൻസ്. അപ്പൊ അതിനകത്ത് എങ്ങനെയാണ് ആദ്യം നമ്മൾ എങ്ങനെയാ ഈ രോഗം എങ്ങനെയാണ് ഉണ്ടായത്? എന്താ, അപ്പൊ ബ്ലഡിന്റെ അളവ് കൂടുവോ അല്ലെങ്കിൽ ഫ്ലം കുറയോ അല്ലെങ്കിൽ എന്താണ്? ആദ്യം രോഗം എങ്ങനെയാണ് ഉണ്ടായതെന്ന് കണ്ടെത്തിയിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ 4 സംഗതികളെയും ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഇവിടെ പറഞ്ഞേക്കണം. നോക്കിയേ, ഇറ്റ്സ് എയിംഡ് അറ്റ് ട്രീറ്റിംഗ് ദ ബോഡി, മൈൻഡ് ആൻഡ് സോൾ. 3 കാര്യങ്ങൾ പറയില്ലേ യുനാനി സിസ്റ്റത്തില് അല്ലേ? നമുക്കിടെ എന്താണ് 3 ശരീരത്തിനെ, മനസ്സിനെ, ആത്മാവിനെ, ഇതിനെല്ലാം ട്രീറ്റ് ചെയ്യുക. അതാണ് എന്ത് ഈ യുനാനിയുടെ എയിം എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടെ അത്. Unani is aimed at treating the body, mind and soul. This system is based on, ഇത് എന്തിനെ ബേസ് ചെയ്തതാണ്? യുനാനി സിസ്റ്റം എന്തിനെ ബേസ് ചെയ്തതാണ്? ഹിപ്പോക്രാറ്റിക് തിയറി ഓഫ് 4 ഹ്യൂമേഴ്സ്. അതാ നമ്മൾ പറഞ്ഞത്, ഹിപ്പോക്രാറ്റിക് തിയറി ഫോർ ഹ്യൂമേഴ്സ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ യുനാനി സിസ്റ്റം ബേസ് ചെയ്തേക്കുന്നത്. അതായത് ഏതൊക്കെയാണ് 4 ഹ്യൂമേഴ്സ്? ഏതൊക്കെയാ? ബ്ലഡ്, ഫ്ലം, യെല്ലോ ബൈ ആൻഡ് ബ്ലാക്ക് ബൈ, അങ്ങനെ 4 കമ്പോണൻസ്, അതായത് 4 ഹ്യൂമേഴ്സ്. അങ്ങനെ ആ ഹിപ്പോക്രാറ്റിക് തിയറിനെ ബേസ് ചെയ്തിട്ടുള്ളത് സിസ്റ്റമാണ് യുനാനി എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് സെന്റൻസ് നോട്ട് ചെയ്തിടാ. സയൻസ് പോലെ തന്നെയുള്ള ഒരു ഹീലിംഗ് ആർട്ടാന്ന് പറഞ്ഞു. ഇറ്റ് ട്രീറ്റ്സ്, ഇതെങ്ങനെയാ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന? പേഴ്സൺ ആസ് എ ഹോൾ, ആസ് നോട്ട് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ പാർട്ട്. മൊത്തത്തിലാണ്, അല്ലാതെ ഒരു ഇൻഡിവിജ്വൽ ഭാഗത്തിന്റെ, ഒരു ഇൻഡിവിജ്വൽ വ്യക്തിഗത ഭാഗങ്ങളുടെ ഒരു ഗ്രൂപ്പ് അല്ല, മൊത്തത്തിലുള്ള ഒരു ട്രീറ്റ് ആണ് യുനാനി ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളെ എന്താ, ട്രീറ്റിംഗ് ദ ബോഡി, മൈൻഡ് ആൻഡ് സോൾ. അത് നോട്ട് ചെയ്യണം കേട്ടോ. ബോഡി, മൈൻഡ് ആൻഡ് സോൾ, നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ആത്മാവിനെയും ട്രീറ്റ് ചെയ്യുന്നു. ഇനി ഇത് ഈ യുനാനി സിസ്റ്റം ഏത് തിയറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? ഹിപ്പോക്രാറ്റിക് തിയറി. അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ, ഹിപ്പോക്രാറ്റിക് തിയറി ഓഫ് 4 humors. The system is based on the Hippocratic theory of 4 humors. ഏതൊക്കെയാണ് അപ്പൊ അതിനകത്ത് പറയുന്ന 4 humors? ബ്ലഡ് ഉണ്ട്, ഫ്ലം ഉണ്ട്, യെല്ലോ ബൈലുണ്ട്, ബ്ലാക്ക് ബൈലുണ്ട്. ഇത് വായിച്ചു നോക്കിയേ, ക്ലിയർ അല്ലേ? നോക്കിയാ പറഞ്ഞ പോയിന്റ്സുകളൊക്കെ. യുനാനിയുടെ ഫാദർ ഹിപ്പോക്രാറ്റ്സ് ആണ്, അതും നോട്ട് ചെയ്തില്ല. ഓക്കെ ആണോ നോക്കട്ടെ.
ക്ലിയർ ആണ് അല്ലെ? ഓക്കെ, മൊത്തത്തിലാണ് ആ ഒരു വ്യക്തിനെ മൊത്തത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ബോഡീനെ, മൈൻഡ്, മനസ്സിനെ, ആത്മാവിനെ മൊത്തത്തില്. പിന്നെ ഇത് യുനാനി തിയറി ബേസ് ചെയ്തേക്കുന്ന ഹിപ്പോക്രാറ്റിക് തിയറി ഓഫ് ഫോർ ഹ്യൂമേഴ്സ്, അതിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഏതൊക്കെയാണ് ഫോർ ഹ്യൂമേഴ്സ്? ബ്ലഡ്, ഫ്ലം, യെല്ലോ ബൈൽ, ബ്ലാക്ക് ബൈൽ. അപ്പൊ അതിന്റെ ഏതെങ്കിലും ഫ്ലക്ച്വേഷൻസ് വരികയാണെങ്കിൽ, അല്ലെ, അതിന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരികയാണെങ്കിൽ ആ 4 സംഗതികളെയും ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ചികിത്സാ രീതി. ഓക്കെ, ദെൻ അടുത്തത് നോക്കിയേ, സിദ്ധയാണ് കേട്ടോ. സിദ്ധ സിസ്റ്റം ഓഫ് മെഡിസിൻ. സിദ്ധ സിദ്ധ സിസ്റ്റം, ഫാദർ ഓഫ് സിദ്ധ എന്നറിയപ്പെടുന്ന ഋഷി അഗസ്ത്യയാണ്. അതൊന്ന് നോട്ട് ചെയ്താ കേട്ടോ. ഋഷി അഗസ്ത്യ, RISHI, ഋഷി, RISHI, അഗസ്ത്യ, AGASTYK, ഋഷി അഗസ്ത്യ, ഫാദർ ഓഫ് സിദ്ധ, ഋഷി അഗസ്ത്യ. It is the oldest medical system that originates in Tamil Nadu. അതൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. അത് നമ്മള് 2 രീതിയിലും ചോദിക്കാം. അതിനകത്ത് ഈ സൗത്ത് ഇന്ത്യ എന്നുള്ളതും ആ രീതിയിൽ ഓപ്ഷൻ നോക്കിയിട്ട് അവിടെ എഴുതണം. അതായത് ഇതൊരു പഴയൊരു മെഡിസിൻ, ഒരു മെഡിക്കൽ സിസ്റ്റം ആണ്, ഒരു മെഡിസിൻ സിസ്റ്റം ആണ്. ഇത് ഒറിജിനേറ്റ് ചെയ്തത് തമിഴ്നാട്ടിലാണ് എന്ന് എഴുതി വെച്ചോ കേട്ടോ. Siddha system is originated in Tamil Nadu. ഇത് എന്താ സിദ്ധ എന്നുള്ളത്? ആ ഒരു മെഡിസിൻ സിസ്റ്റം ഒറിജിനേറ്റ് ചെയ്ത തമിഴ്നാട്. ഇത് ഡിറൈവ് ചെയ്തേക്കുന്ന ഒരു വേർഡ് സിദ്ധി. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. സിദ്ധി എന്ന് പറഞ്ഞ ഒരു വേർഡിൽ നിന്നാണ് സിദ്ധ എന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തത്. അതായത് സിദ്ധി എന്ന് പറഞ്ഞതിന്റെ മീനിങ് അച്ചീവ്മെന്റ് എന്നാണ് കേട്ടോ. നേട്ടം, അച്ചീവ്മെന്റ് എന്നുള്ളതാണ്. ഇത് ഈ നമ്മുടെ തമിഴ്നാട് എന്നുള്ള ഒരു ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഋഷി അഗസ്ത്യ, 2 പോയിന്റ് അവിടെ നോട്ട് ചെയ്യുക. ഫാദർ ഓഫ് സിദ്ധ ഋഷി അഗസ്ത്യ, ഫാദർ ഓഫ് സിദ്ധ, സിദ്ധ സിസ്റ്റം, ഫാദർ ഓഫ് സിദ്ധ ആരാണ്? ഋഷി അഗസ്ത്യ, AGASTYA, ഋഷി അഗസ്ത്യ. ഇനി ഇത് ഒറിജിനേറ്റ് ചെയ്തത് എവിടെയാണ്? തമിഴ്നാട്. 2 പോയിന്റ് നോട്ട് ചെയ്തോ. is one of the oldest medical system and it is originated in Tamil Nadu. Okay, originated in Tamil Nadu. 2 പോയിന്റ് അവിടെ നോക്കി വെക്കുക കേട്ടോ. Okay, Siddha medicine, a traditional system of healing that originated in, ഇവിടെ നോക്കിയേ, സൗത്ത് ഇന്ത്യ. അപ്പൊ ഓപ്ഷൻ നോക്കിയിട്ട് എഴുതണം കേട്ടോ. originated in South India and is considered to be one of the India's oldest system of medicine. Underline ചെയ്തേ. അപ്പൊ ഇന്ത്യയുടെ ഒരു ഓൾഡസ്റ്റ് സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് കൺസിഡർ ചെയ്യുന്നത് ഏത് മെഡിസിൻ സിസ്റ്റത്തെയാണ്? അല്ലെങ്കിൽ ഏത് സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ്? സിദ്ധ മെഡിസിൻ. സിദ്ധ മെഡിസിൻ. Okay, traditional system of healing art that originated in South India. Underline ചെയ്തോ കേട്ടോ. South India and it is considered എന്തെന്ന് അറിയപ്പെടുന്നത്? one of the India's oldest system of medicine. The Siddha system is based on the combination of it is based on the combination of ancient medical practices and the spiritual disciplines as well as alchemy and mysticism. അടുത്ത എന്താ പറഞ്ഞേക്കണേ? ഇത് എന്തിന്റെയാണ്? ഇതൊരു കോമ്പിനേഷൻ ആണ് അല്ലെ? It is the combination of ancient medical practices. എന്താണ്? ഒരു പുരാതന വൈദ്യശാസ്ത്ര രീതികളുടെ, നമ്മൾ പറഞ്ഞ ഓൾഡസ്റ്റ് സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞില്ലേ, സിദ്ധ. അതായത് പുരാതന വൈദ്യശാസ്ത്ര രീതികളുടെ, അതുപോലെ ആൻഡ് സ്പിരിച്വൽ ഡിസിപ്ലിൻസ്, ആത്മീയമായിട്ടുള്ള ശിക്ഷണങ്ങള്,
as well as alchemy and mysticism. ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് സിദ്ധ സിസ്റ്റം. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ആ സെന്റൻസ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. That system is based on the combination of, അങ്ങനെ തന്നെ ആ സെന്റൻസ് എടുത്ത് എക്സാമിന് ചോദിക്കാം. ഏതിന്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ആണ് അത് സിദ്ധ സിസ്റ്റം എന്തിനെ ബേസ് ചെയ്തേക്കുന്നത്? ഇസ് ദ കോമ്പിനേഷൻ ഓൺ ഏൻഷ്യന്റ് മെഡിക്കൽ പ്രാക്ടീസസ്, പുരാതന വൈദ്യശാസ്ത്ര രീതികള്, അല്ലെ, രീതികളുടെയും സ്പിരിച്വൽ ഡിസിപ്ലിൻസ്, ആത്മീയ ശിക്ഷണങ്ങളുടെയും ആസ് വെൽ ആസ് ആൽക്കമി ആൻഡ് മിസ്റ്റിസിസം, ഇതിന്റെയും കോമ്പിനേഷൻ ആണ്. അപ്പൊ എന്താണ് ആൽക്കമി എന്ന് പറയുന്നത്? ആൽക്കമി എന്ന് കേട്ടിട്ടുണ്ടോ? ALCHEMY. എന്താ? കെമിസ്ട്രി ഒക്കെ പഠിച്ചവർക്കോ ഒക്കെ ചിലപ്പോ അറിയാൻ പറ്റുമല്ലോ. എന്താണ്? കെമിസ്ട്രിയുടെ ആദ്യത്തെ ഒരു ഫോമാണ് ആൽക്കമി എന്ന് പറയുന്നത് കേട്ടോ. രസതന്ത്രത്തിന്റെ ആദിമ രൂപമാണ് ആൽക്കമി. ALCHEMY. ആൽക്കമി എന്ന് പറയുന്നത് ഒരു രസതന്ത്രത്തിന്റെ ആദ്യ രൂപമാണ് ആൽക്കമി എന്ന് പറയുന്നത്. അതായത് ഇത് പണ്ട് ഇതിനെ രസവാദം എന്നും അറിയപ്പെട്ടിരുന്നു. അതായത് നമുക്ക് ഇതിനകത്ത് പറയുന്ന ആൽക്കമി എന്ന് പറഞ്ഞ എന്താന്ന് വെച്ചാല് നമുക്ക് മനുഷ്യന് അമരത്വം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള, അതായത് മരിക്കാതിരിക്കാൻ, അവർക്ക് എന്നും എന്താ ജീവൻ നിലനിർത്താനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് അമരത്വം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള വിദ്യകള്, അതിൽ സുലഭമായിട്ടുള്ള ലോഹങ്ങളെ സ്വർണമാക്കുന്നതിനുമുള്ള ഒരു ചികിത്സ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രിക്കുകള്, വിദ്യകളൊക്കെയാണ് ആൽക്കമിസ്റ്റുകള് പ്രധാനമായും കണ്ടെത്താൻ ശ്രമിച്ചിരുന്നത്. ഇത്രയൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. രസതന്ത്രത്തിന്റെ ആദ്യത്തെ രൂപമാണ് ആൽക്കമി. ഇനി എവിടെയെങ്കിലും കേൾക്കുകയാണെങ്കിൽ മനസ്സിലാക്കി വെക്കണം കേട്ടോ. Alchemy was the first form of chemistry in India. Alchemy was the first form of കെമിസ്ട്രി ഇൻ ഇന്ത്യ. രസതന്ത്രത്തിന്റെ ആദ്യ രൂപമാണ് ആൽക്കമി എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിൽ അതിനെ രസവാദ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ആൽക്കമിസ്റ്റുകൾ എന്താ പറഞ്ഞത്? നമുക്ക് അതായത് മനുഷ്യന് അമരത്വം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള വിദ്യകള്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലോഹങ്ങളെയൊക്കെ നമുക്ക് സ്വർണമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വിദ്യകള്, ഇതെല്ലാം കണ്ടെത്തുക, അതൊക്കെയാണ് ആൽക്കമിസ്റ്റുകള്. അതിന് വേണ്ടിയിട്ടാണ്, അതൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആൽക്കമിസ്റ്റുകൾ ശ്രമിച്ചിരുന്നത്. ഓക്കെ, പിന്നെ അടുത്തതാണ് മിസ്റ്റിസിസം എന്ന് പറയുന്നത്. മിസ്റ്റിസിസം എന്താ പറയുന്നത്? ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഒരു അനുഭവത്തിലൂടെ നമുക്ക് ഒരു ഒരു യഥാർത്ഥത്തെ ബന്ധപ്പെടാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസമാണ് മിസ്റ്റിസിസം എന്ന് പറയുന്നത്. ആത്മീയമോ അല്ലെങ്കിൽ ആയ ഒരു അനുഭവത്തിലൂടെ, നമ്മുടെ ഒരു എക്സ്പീരിയൻസിലൂടെ, ഒരു അനുഭവത്തിലൂടെ ഒരാൾക്ക് ഒരു ദൈവിക സത്വമായ ഒരു ആത്യന്തികമായുള്ള ഒരു യഥാർത്ഥത്തെ കണ്ടെത്താൻ കഴിയും. അതാണ് മിസ്റ്റിസിസം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പുസ്തകങ്ങളിലൂടെയോ അല്ലെങ്കിൽ ആചാരങ്ങളുടെയോ മറ്റു ആളുകളിലൂടെയോ അല്ലാതെ നമുക്ക് ആളുകൾക്ക് നേരിട്ട് ദൈവത്തെ കണ്ടെത്താൻ അല്ലെങ്കിൽ നമുക്ക് യഥാർത്ഥത്തെയൊക്കെ അനുഭവിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസമാണ് മിസ്റ്റിസിസം എന്ന് പറയുന്നത്. ഇതൊക്കെ പണ്ടത്തെ ഒരു ഇതാട്ടോ. ഇപ്പൊ അങ്ങനെയുള്ള ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ എന്തെങ്കിലും ആചാരങ്ങളിലൂടെയോ പുസ്തകങ്ങളിലൂടെയോ അല്ലെങ്കിൽ ആളുകളിലൂടെയോ അല്ലാതെ നമുക്ക് നേരിട്ട് ദൈവത്തെ കണ്ടെത്താൻ കഴിയും, അനുഭവിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസമാണ് മിസ്റ്റിസിസം. ഇത് പരിശീലിക്കുന്ന, അപ്പൊ മിസ്റ്റിസിസം പരിശീലിക്കുന്ന ആളുകളെ മിസ്റ്റിസിസുകൾ എന്ന് പറയുന്നു. മിസ്റ്റിസിസ്, MYSTICS, മിസ്റ്റിക്കുകൾ, MYSTICS.
ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ് സിദ്ധ സിസ്റ്റം, എന്തിന്റെയൊക്കെ കോമ്പിനേഷൻ ആണ്? എൻഷ്യൻ മെഡിക്കൽ പ്രാക്ടീസസ് ആൻഡ് സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ആസ് വെൽ ആസ് ആൽക്കമി ആൻഡ് മിസ്റ്റിസിസം. ആ രണ്ട് സെന്റൻസും നമുക്ക് ആ രണ്ട് വേർഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഒന്നാമത് എന്താ നമ്മൾ പറഞ്ഞത്? ഫാദർ പറഞ്ഞു. ഫാദർ ആരായിരുന്നു? സിദ്ധ സിസ്റ്റത്തിന്റെ ഫാദർ ഋഷി അഗസ്ത്യ. അത് നോട്ട് ചെയ്ത് വെക്കാം. ഋഷി അഗസ്ത്യ അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഹു ഇസ് ദ ഫാദർ ഓഫ് സിദ്ധ സിസ്റ്റം ഓഫ് മെഡിസിൻ? ആരാണ്? ഋഷി അഗസ്ത്യ. ഇതെന്താണ് ഈ സിദ്ധ സിസ്റ്റം എന്ന് പറയുന്നത്? ഇറ്റ്സ് എ ട്രഡീഷണൽ സിസ്റ്റം ഓഫ് ഹീലിംഗ് ആർട്ട് ദാറ്റ് ഒറിജിനേറ്റഡ് ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയില് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു തമിഴ്നാട്. ഈ ഓപ്ഷനിൽ തമിഴ്നാട്, കർണാടക, അങ്ങനെയൊക്കെ ആന്ധ്രാപ്രദേശ്, കേരള അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ അതിന് ഏത് ചൂസ് ചെയ്യണം? തമിഴ്നാട് എന്ന് ചൂസ് ചെയ്യണം. അതാണ് രണ്ടും തന്നത് കേട്ടോ. അപ്പൊ ഓപ്ഷൻ നോക്കിയിട്ട് അവിടെ ആൻസർ ചെയ്യണം. ദാറ്റ് ഒറിജിനേറ്റഡ് ഇൻ സൗത്ത് ഇന്ത്യ, അല്ലെങ്കിൽ തമിഴ്നാട് ആണെങ്കിൽ അങ്ങനെ തമിഴ്നാട്. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി വൺ ഓഫ് ദ ഇന്ത്യാസ് ഓൾഡസ്റ്റ് സിസ്റ്റം ഓഫ് മെഡിസിൻ. അത് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇനി ഈ സിസ്റ്റം, അതായത് സിദ്ധ സിസ്റ്റം എന്താ പറയുന്നത്? ഇസ് ദ കോമ്പിനേഷൻ ബേസ്ഡ് ഓൺ, എന്തിന് ബേസ് ചെയ്തായിരിക്കുന്നത്? ഇസ് ദ കോമ്പിനേഷൻ ഓഫ് ഏൻഷ്യൻ മെഡിക്കൽ പ്രാക്ടീസസ് ആൻഡ് സ്പിരിച്വൽ ഡിസിപ്ലിൻ ആസ് വെൽ ആസ് ആൽക്കമി ആൻഡ് മിസ്റ്റിസിസം. അല്ലെ, പുരാതന വൈദ്യശാസ്ത്ര രീതികളുടെയും ഏൻഷ്യൻ മെഡിക്കൽ പ്രാക്ടീസ്, പുരാതന വൈദ്യശാസ്ത്ര രീതികളുടെയും സ്പിരിച്വൽ ഡിസിപ്ലിൻസ്, ആത്മീയ ശിക്ഷണങ്ങളുടെയും, അതുകൂടാതെ ആൽക്കമി, മിസ്റ്റിസിസം, ഇതിന്റെ എല്ലാത്തിന്റെ ഒരു കോമ്പിനേഷൻ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിദ്ധ സിസ്റ്റം ഇരിക്കുന്നത്. അല്ലെ, നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട് സിദ്ധ സിസ്റ്റം. സിദ്ധ സിസ്റ്റം ഓക്കെ. ഇനി അടുത്ത ലാസ്റ്റ് ആണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത്. ഫാദർ ആണ് കേട്ടോ. ഫാദർ ആദ്യം നോട്ട് ചെയ്ത് വെക്കുക. ഹോമിയോപ്പതി ആരാണ്? ഫാദർ, ദ ഫാദർ ഓഫ് ഹോമിയോപ്പതി. ദ ഫാദർ ഓഫ് ഹോമിയോപ്പതി ആരാണ്? സാമുവൽ ഹാനിമാൻ. എഴുതി വെച്ചോ. സാമുവൽ ഹാനിമാൻ. SAMUEL. SAMUEL. സാമുവൽ ഹാനിമാൻ. HANEMANN. ഹാനിമാൻ. സാമുവൽ. SAMUEL. SAMUEL. ഹാനിമാൻ. HANEMAAN. ഹാനിമാൻ. MANN. ഓക്കെ, ഫാദർ ഓഫ് ഹോമിയോപ്പതി. ഇനി ഹോമിയോപ്പതി നോക്കിയേ. ഹോമിയോപ്പതി ഈസ് എ മെഡിക്കൽ സിസ്റ്റം ബേസ്ഡ് ഓൺ ദ ബിലീഫ് ദാറ്റ് ദ ബോഡി ക്യാൻ ക്യൂർ ഇറ്റ്സെൽഫ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹോമിയോപ്പതി മെഡിസിൻ സിസ്റ്റം ബേസ്ഡ് ഓൺ എന്ത് വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാന്ന് നോക്കിയേ. നമ്മുടെ ശരീരത്തിന് സ്വയം എന്താ പറയാ രോഗം ഭേദമാക്കാൻ കഴിയും, അല്ലെങ്കിൽ സുഖപ്പെടുത്താൻ കഴിയും എന്നുള്ള വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത്. Homeopathy is a medical system based on the belief that എന്താണ് വിശ്വാസം? The body can cure itself. അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. Dash is a medical system based on the belief that the body can cure itself. അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. നമ്മുടെ ശരീരത്തിന് സ്വയം സുഖപ്പെടുത്താൻ കഴിയും എന്ന വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഹോമിയോപ്പതി. അണ്ടർലൈൻ ചെയ്തിട്ടോ. ഹോമിയോപ്പതി സിസ്റ്റം എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? നമ്മുടെ ശരീരത്തിന് സ്വയം സുഖപ്പെടുത്താൻ കഴിയും എന്ന വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി
Those who practice is use tiny amounts of natural substance like plants and minerals. ഇത് പരിശീലിപ്പിക്കുന്ന ആളുകള് പ്ലാന്റ്സ്, ധാതുക്കളും പോലുള്ള മിനറൽസ് എന്ന് പറഞ്ഞാൽ ധാതുക്കള്, പ്ലാന്റ്സും സസ്യങ്ങളും ധാതുക്കളും പോലുള്ള പദാർത്ഥങ്ങള് ഒരു ചെറിയ അളവില് അവര് യൂസ് ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞത്. ഈ ഹോമിയോപ്പതി എന്താ പറയാ, അത് പരിശീലിപ്പിക്കുന്ന ആളുകള് പ്ലാന്റ്സും അതുപോലെ മിനറൽസ് ധാതുക്കളും ഒക്കെ ഒരു ചെറിയ അളവില് അവര് ഉപയോഗിക്കുന്നുണ്ട് ആണ്. ദോസ് ഹു പ്രാക്ടീസ് ഇറ്റ്, അത് പരിശീലിപ്പിക്കുന്ന ആളുകള് യൂസ് ടൈനി എമൗണ്ട്സ് ഓഫ് നാച്ചുറൽ സബ്സ്റ്റൻസ് ലൈക്ക് പ്ലാന്റ്സ് ആൻഡ് മിനറൽസ്. പ്ലാന്റ്സ്, മിനറൽസ്, ധാതുക്കൾ പോലുള്ള പ്രകൃതിദത്തമായ പദാർത്ഥങ്ങള് അവര് ചെറിയ അളവില്, ടൈനി എമൗണ്ട് കണ്ടോ, ചെറിയ അളവില് അവര് ഉപയോഗിക്കുന്നുണ്ട്. They believe these stimulate the healing process. അവരെന്താ പറയുന്നത്, ഇതെന്ത് ചെയ്യുന്നു, സ്റ്റിമുലേറ്റ് ദ ഹീലിംഗ് പ്രോസസ്. സ്റ്റിമുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, ഉത്തേജിപ്പിക്കുക. They believe these stimulate, ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ഉത്തേജിപ്പിക്കുന്നു. എന്താ, ദ ഹീലിംഗ് പ്രോസസ്സിനെ, നമ്മുടെ എന്താണ് രോഗശാന്തി പ്രക്രിയകളെ, ഹീലിംഗ് പ്രോസസ്സിനെ, രോഗശാന്തി പ്രക്രിയകളെ എന്ത് ചെയ്യുന്നു, അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. നാച്ചുറൽ സബ്സ്റ്റൻസ് ഇല്ലേ, നമ്മൾ പറഞ്ഞില്ലേ, ഈ ഒരു ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നവര് ഒരു ചെറിയ അളവില് നാച്ചുറൽ സബ്സ്റ്റൻസ്, പ്ലാന്റ്സും മിനറൽസ് പോലുള്ള നാച്ചുറൽ സബ്സ്റ്റൻസുകൾ അവര് ഉപയോഗിക്കുന്നുണ്ട്, അവര് യൂസ് ചെയ്യുന്നുണ്ട്. ദേ ബിലീവ്, അവരെന്ത് വിശ്വസിക്കുന്നു, ദേ ബിലീവ് ദീ സ്റ്റിമുലേറ്റ്, ഈ നാച്ചുറൽ സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ഉത്തേജിപ്പിക്കുന്നു. എന്തിനെ ഉത്തേജിപ്പിക്കുന്നത്, ദ ഹീലിംഗ് പ്രോസസ്, ഹീലിംഗ് പ്രോസസ്സിനെ ഉത്തേജിപ്പിക്കുന്നു. ഇറ്റ് വാസ് ഡെവലപ്ഡ് ഇൻ ദ ലേറ്റ് 1070s ഇൻ ജർമ്മനി. 1700കളില് ജർമ്മനിയിലാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അതിന്റെ ഇയർ നോക്കുക, എവിടെയാണെന്നുള്ളത് നോക്കി വെക്കുക കേട്ടോ. ഇത് 1700കളുടെ അവസാനത്തില് ജർമ്മനിയില് ഈ ഹോമിയോപ്പതി വികസിപ്പിച്ചെടുത്തു. അത് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ഇറ്റ് വാസ് ഡെവലപ്പ് ഇൻ ദ ലേറ്റ് 70s ഇൻ ജർമ്മനി. ഓക്കെ, അപ്പൊ അത്രയാണ് പറയുന്നത് ഹോമിയോപ്പതിയുടെ. ഹോമിയോപ്പതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ഹോമിയോപ്പതിയിൽ എന്താ പറഞ്ഞത്, എന്താ പറഞ്ഞേക്കണേ? എന്ത് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? നമ്മുടെ ശരീരത്തിന് സ്വയം സുഖപ്പെടുത്താൻ കഴിയും എന്ന വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത്. ഇനി അവിടെ എന്താ പറഞ്ഞേക്കണേ, ഈ ഹോമിയോപ്പതി യൂസ് ചെയ്യുന്നവര് ചെറിയൊരു അളവില് നാച്ചുറൽ സബ്സ്റ്റൻസ്, അതായത് പ്ലാന്റ്സ്, മിനറൽസ്, ധാതുക്കൾ പോലുള്ള നാച്ചുറൽ സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നുണ്ട്. ആ സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഹീലിംഗ് പ്രോസസ്സിനെ, നമ്മുടെ സുഖപ്പെടുത്തുന്ന രോഗശാന്തി നടത്തുന്ന ഹീലിംഗ് പ്രോസസ്സിനെ ഉത്തേജിപ്പിക്കുന്നു. ഇത് എവിടെയാണ് ഡെവലപ്പ് ചെയ്തത്? 1700കളുടെ അവസാനത്തില് ജർമ്മനിയിലാണ് ഡെവലപ്പ് ചെയ്തത്. കിട്ടിയോ? ക്ലിയർ ആയോ? ഹോമിയോപ്പതിയിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്ത് കാരണം കൊണ്ടാണ് രോഗം നമുക്ക് ഉണ്ടാക്കുന്നത് അല്ലെ. ആ കാരണം കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, അസുഖത്തെ നീക്കം ചെയ്യാനും സാധിക്കുന്നു. അതാണ് ഹോമിയോപ്പതിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ലൈക്ക് ക്യൂർ ലൈക്ക്, അവിടെ നമ്മൾ പഠിച്ചാണ് ലൈക്ക് ക്യൂർ ലൈക്ക്. എന്തുകൊണ്ടാണോ, എന്ത് കാരണം കൊണ്ടാണോ രോഗം അല്ലെങ്കിൽ അസുഖം ഉണ്ടാക്കുന്നത്, ആ കാരണം കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, അസുഖത്തെ നമ്മൾ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നു. അതാണ് ഹോമിയോപ്പതിയുടെ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അത് ജർമ്മനിയിലാണ് 1700കളുടെ അവസാനത്തില് ജർമ്മനിയിലാണ് വികസിപ്പിച്ചെടുത്തത്. അപ്പൊ അത്രയാണ് ആ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്നുള്ള ചാപ്റ്റർ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് 1ഉം 3ാമത്തെ ചാപ്റ്ററും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, രണ്ടും ചെറിയ ചാപ്റ്റർ ആയിരുന്നു, കുഴപ്പമില്ല. പിന്നെ നെക്സ്റ്റ് നമ്മള് ഇനി അടുത്തത് നിങ്ങൾക്ക് ആതിര മിസ് എടുത്തില്ലേ നാബിലിയൊക്കെ, നാബ JCAയുടെ ഒക്കെ ആ ഒരു 6ാമത്തെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പോർഷനിൽ എടുത്തു തുടങ്ങിയത് ആതിര മിസ് അല്ലേ? അക്രഡിറ്റേഷൻ അല്ലെ, എത്രാമത്തെ ആയിരുന്നു? 6ാമത്തെ ചാപ്റ്റർ ആയിരുന്നു. അതിന്റെ ഒരു സെക്ഷൻ ഞാൻ എടുക്കുന്നത് കേട്ടോ. ഒരെണ്ണം
വാഹിദ മിസ്സും പിന്നെ ആതിര മിസ്സും, അങ്ങനെ 3 പേരും കൂടിയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അക്രഡിറ്റേഷൻ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഞാൻ ഇതിനകത്ത് നിന്ന് നമ്മൾ പഠിച്ചില്ലേ അതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്ന് പറയുക. നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഒക്കെ വന്നത് നമ്മൾ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യനും കൂടി ചേർത്തിട്ട് ഞാനത് പറയാം. നമുക്ക് ഇത് എത്രത്തോളം ആൻസർ ചെയ്യാൻ പറ്റുമോ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. വാഹിദ മിസ് എടുത്തു തുടങ്ങിയോ ചാപ്റ്റർ? അത് എടുത്തു തുടങ്ങി അല്ലേ? ഓക്കെ, അടുത്ത ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളും അത് കുറെയൊക്കെ പഠിച്ചാണ്. നാബിന്റെ കാര്യങ്ങളാണ്, നാബ് അക്രഡിറ്റേഷൻ, അതിന്റെ സ്റ്റാൻഡേർഡ്സുകള്, അതൊക്കെ നമ്മൾ കുറെയൊക്കെ പഠിച്ചതാണ്. അത് കുറെ പഠിക്കാനുണ്ട്. സ്റ്റാൻഡേർഡ്സുകള് 100 സ്റ്റാൻഡേർഡ്സ്. അപ്പൊ അതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ ഇതുപോലെ അണ്ടർലൈൻ ടിക്ക് ഇട്ട് തരാം. നിങ്ങൾ അത്രയും ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റേണ്ടോ നോക്കിയേ. നമ്മൾ മോക്ക് ടെസ്റ്റിലും പ്രീവിയസ് ടെസ്റ്റ് പേപ്പറിലും വന്നതാണ് കേട്ടോ. വന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കി ഇതിപ്പോ ഇതിന് നമ്മൾ എടുത്ത അതിനകത്തൊക്കെയാണ്. അതിനകത്ത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞത് അത് ദ വേർഡ് ആയുഷ്, അതിനകത്ത് ഓരോ ലെറ്റേഴ്സും ഇവിടെ പറഞ്ഞത് ദ വേർഡ് ആയുഷ് എ സ്റ്റാൻഡ്സ് ഫോർ. ഏതായിരുന്നു പറയണ? ആയുഷില് എ ആണ് കേട്ടോ, മാറിപ്പോരുത്. ആയുഷ് എന്ന് പറഞ്ഞ അതില് നമ്മൾ ഏതിനെ സൂചിപ്പിക്കുന്നേ? ആയുഷില് ദ വേർഡ് ആയുഷ് എ സ്റ്റാൻഡ്സ് ഫോർ. ഏതാണ് ഏതിനെ സൂചിപ്പിക്കണേ? ആയുഷില് ആയുർവേദ. ഓക്കെ, വെരി ഗുഡ് അല്ലേ? ആയുർവേദ. ആയുർവേദത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിലെ ഓപ്ഷൻ അലോപ്പതി, ആയുർവേദ, സിദ്ധ, യുനാനി, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ കൊടുത്തത്. അപ്പൊ അതിനകത്ത് നോക്ക, ആയുർവേദ, അലോപ്പതി, സിദ്ധ, യുനാനി, രണ്ടെണ്ണം എ വെച്ചിട്ടുള്ളതാണ്. പക്ഷെ നമ്മുടെ ആയുഷില് എ എന്ന് പറയുന്നത് ഏതിനെയാണ്? ആയുർവേദത്തിനെയാണ് പറയുന്നത്. ഈ ആയുഷ് ഹോസ്പിറ്റൽസ് ഏതിന്റെ കീഴിൽ വരുന്നതാണെന്ന് പറഞ്ഞത് നമ്മള്? ദ ആയുഷ് ഹോസ്പിറ്റൽസ് ആർ ഹോസ്പിറ്റൽസ് വിച്ച് ആർ കമ്മിങ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഡാഷ്. ഏതിന്റെ കീഴിൽ വരുന്നതാണ് ആയുഷ്? ഏത് മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്നതാണ് ആയുഷ് ഹോസ്പിറ്റലുകള്? ആയുഷ് മന്ത്രാലയം കേട്ടോ. ആയുഷ് തന്നെയാണ് അതിന്റെ ആൻസർ വരുന്നത്. ആയുഷ് ഹോസ്പിറ്റൽസ് ആർ ഹോസ്പിറ്റൽ വിച്ച് ആർ കമ്മിങ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ആയുഷ് കേട്ടോ. ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്ന ഇത് തന്നെയാണ് ഹോസ്പിറ്റലാണ്. ഇനി നോക്കിയേ, നമ്മൾ പറഞ്ഞത് തന്നെ അലോപ്പതിക് മെഡിസിൻ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് എന്ന് അറിയപ്പെടുന്നേ. അലോപ്പതിക് മെഡിസിൻ ഈസ് ഓൾസോ നോൺ ആസ്, ഓപ്ഷൻസ് കൊടുത്തേക്കുന്ന കൺവെൻഷണൽ മെഡിസിൻ, then modern medicine, western medicine, all of the above. എല്ലാരും വന്നില്ലേ? നമ്മൾ പറഞ്ഞത് ഏതൊക്കെ പറയാം? അലോപ്പതിക് മെഡിസിൻസിനെ കൺവെൻഷണൽ മെഡിസിൻ എന്ന് പറയാം, മോഡേൺ മെഡിസിൻ എന്ന് പറയാം, വെസ്റ്റേൺ മെഡിസിൻസ് എന്ന് പറയാം. അപ്പൊ എല്ലാരും അതിനകത്ത് വരുന്നതാണ്. The theory and practice of Ayurveda is dash. എങ്ങനെയാണ്? ആയുർവേദത്തിന്റെ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് ആയുർവേദ ഈസ് dash. The theory and practice of Ayurveda is the theory and practice of Ayurveda. എങ്ങനെയാണ്? കണ്ടില്ലേ ആയുർവേദത്തില് എങ്ങനെയാണെന്നാ പറയണത്? സ്യൂഡോ സയന്റിഫിക് അല്ലെ? സ്യൂഡോ സയന്റിഫിക്. അടുത്ത ചോദിച്ചേക്കുന്നു, ഹു ഇസ് ദ ഫാദർ ഓഫ് യോഗ? നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഹു ഇസ് ദ ഫാദർ ഓഫ് യോഗ? ആരാണ്? മഹാഋഷി പതഞ്ജലി. Then next one. Dash is a form of alternative medicine that works in helping the body to heal itself. അതിന്റെ ബാക്കി ഉണ്ട് കേട്ടോ, അത് ശ്രദ്ധിക്കുക. Using the force of nature.
യൂസിങ് ദ ഫോഴ്സ് ഓഫ് നേച്ചർ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് എഴുതാം. വെരി ഗുഡ്. ഏതാണ്? നേച്ചുറോപ്പതി ഇസ് എ ഫോം ഓഫ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ദാറ്റ് യൂസിങ് ദ ഫോഴ്സ് ഓഫ് നേച്ചർ. ഓക്കെ, ശരിയാണ്. അത് തിരിച്ചും ചോദിക്കാം കേട്ടോ. യൂസിങ് ദ ഫോഴ്സ് ഓഫ് ഡാഷ് എന്നും ചോദിക്കാം. അപ്പൊ നമ്മള് നേച്ചറിന് എഴുതാം. യുനാനി സിസ്റ്റം ഓഫ് മെഡിസിൻ എയിം അറ്റ് ട്രീറ്റിംഗ് ദ ബോഡി, ട്രീറ്റിംഗ് ദ ഡാഷ്, അങ്ങനെ ചോദിച്ചേക്കണേ. യുനാനി സിസ്റ്റം ഓഫ് മെഡിസിൻ ദാറ്റ് ട്രീറ്റിംഗ് ദ ഡാഷ്. എന്തിനേക്കാ യുനാനി സിസ്റ്റം പറയുന്നത്? ട്രീറ്റിംഗ് ദ ബോഡി, മൈൻഡ്, സോൾ. മൂന്നും പറയുന്നില്ലേ? ട്രീറ്റിംഗ് ദ ബോഡി, മൈൻഡ്, സോൾ. ഓപ്ഷൻ എയില് ബോഡി, ഓപ്ഷൻ ബിയില് മൈൻഡ് എന്നാണ് കിടന്നത്, ഓപ്ഷൻ സിയില് സോള്. അപ്പൊ ആൻസർ ഏതാണ്? ഓൾ ഓഫ് ദ എബോവ്. എല്ലാവരും വരുന്നുണ്ട് അല്ലെ? ഓക്കെ. യുനാനി സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ദ തിയറി ഓഫ് ഡാഷ് തിയറി ഓഫ് ഫോർ ഹ്യൂമേഴ്സ്. ഡാഷ് തിയറി അതാ ചോദിച്ചേക്കണം. ഏത് തിയറിയാണ്? യുനാനി സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ദ ഹിപ്പോക്രാറ്റിക് തിയറി. ഓക്കെ, നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചത് തന്നെയാണ്. ഹിപ്പോക്രാറ്റിക് തിയറി ഓഫ് ഫോർ ഹ്യൂമേഴ്സ്. Then സിദ്ധ സിസ്റ്റം ഈസ് ഒറിജിനേറ്റഡ് ഇൻ ഡാഷ്. ഓപ്ഷൻസ് ഞാൻ വായിക്കാം കേട്ടോ. സിദ്ധ സിസ്റ്റം ഒറിജിനേറ്റഡ് ഇൻ ബീഹാർ, പഞ്ചാബ്, ത്രിപുര, then തമിഴ്നാട്. ഇവിടെ നമ്മൾ എഴുതി വെച്ചത് സിദ്ധ സിസ്റ്റം ഈസ് ഒറിജിനേറ്റഡ് ഇൻ ഓക്കെ, ഇവിടെയാണ് തമിഴ്നാട്. Then next, who is the father of homeopathy? ആരാണ് father of homeopathy? സാമുവൽ ഹാനിമാൻ എഴുതി വെച്ചിട്ടുണ്ട്. സാമുവൽ ഹാനിമാൻ. ഓക്കെ, സാമുവൽ ഹാനിമാൻ. Then അടുത്തത് നോക്കിയേ. Then last ഇതിനകത്ത് ഹോമിയോപ്പതി വാസ് ഡെവലപ്പിംഗ്. എവിടെയാണ് ഹോമിയോപ്പതി വാസ് ഡെവലപ്പിംഗ്? ഏത് കൺട്രിയാണ് അവിടെ പറഞ്ഞത്? ജർമ്മനി. ഓക്കെ, ഇത് നമ്മൾ കുറച്ചേ ഉള്ളൂ. ചാപ്റ്റർ വളരെ ചെറുതാണ്, പക്ഷെ അതിനകത്ത് നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ട് എല്ലാം ക്വസ്റ്റ്യൻസ് ആണ്. ഈ ചാപ്റ്റർ ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലേ? ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ ഓർത്താം. ഇനി ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പുതിയത് തുടങ്ങണ്ടല്ലോ. അത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാത്ത. അടുത്തതും ഇതുപോലെ തന്നെ എളുപ്പം തന്നെയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു വലിയ ചാപ്റ്റർ ആണ്, അതുകൊണ്ടാണ് നമ്മൾ അത് ഡിവൈഡ് ചെയ്തെടുക്കണേ. നിങ്ങളോട് ആതിര മിസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? മിസ് പറഞ്ഞായിരുന്നോ? ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്നാ ബാക്കിയുടെ അടുത്ത ക്ലാസ് നോക്കാം. ഇങ്ങനത്തെ 2 മിനിറ്റ് കൊണ്ട് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് മാം ജോയിൻ ചെയ്യൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.